ഇതിലോ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്തിരുമ്പോടാമ്പലുകളെ കണ്ടിച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയാത്രകളിൽ നിങ്ങൾ ദൈവത്തിന് മുൻതൂക്കം കൊടുത്താൽ, അർത്ഥാൽ ദൈവത്തെ നിങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്താൽ, മുൻപിലുള്ള പ്രതികൂലം എത്ര വലിയതാണെങ്കിലും ദൈവം അതിനെ മാറ്റുന്ന ദൈവം അത്രേ. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെട്ടാണ് ഇന്ന് പകൽക്കാലം, അർത്ഥാൽ നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഉണർന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങളുടെ മുൻപിലുണ്ടോ, നിങ്ങളുടെ മുൻപിലുള്ള വാതിലുകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുൻപിൽ വെച്ചിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവം സകല വാതിലുകളെയും താമ്രവാതിലുകളെയും തകർത്ത് കളഞ്ഞുകൊണ്ട് നിങ്ങളെ മുൻപോട്ട് നയിക്കുന്ന ദൈവമാണ്. ആരൊക്കെ എത്ര പ്രതികൂലം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടാലും, ആരൊക്കെ നിങ്ങളെ തകർത്ത് കളയുവാൻ ശ്രമിച്ചാലും, തകർക്കാൻ വരുന്നവനെ തകർത്തുകൊണ്ട് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവം. ചന്ദ്രക്കമേശ് അഭേദ്രകോ 3 ബാലന്മാരെ തകർത്ത് കളയത്തക്ക നിലയിൽ, എത്രമാത്രം കാഠിന്യമേറിയ നിലയിൽ അഗ്നിയുടെ അല്ലെങ്കിൽ ആ ചൂട് വർദ്ധിപ്പിച്ചു എങ്കിലും ആ ചൂടിനെ ശമിപ്പിച്ച് തന്റെ ഭക്തന്മാരെ ക്ഷേമത്തോടെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അലറുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞപ്പോൾ എറിഞ്ഞവർ കരുതിയത് ദാനിയേലിനെ സിംഹം തകർത്ത് കളയുമെന്നാണ്. എന്നാൽ തകർത്ത് കളയുമെന്ന ചിന്തയോടെ എറിയപ്പെട്ടവർ തകർന്നു പോയെങ്കിലും, അതേ വീഴപ്പെട്ടവനായ ദാനിയേലും അതേ 3 ബാലന്മാരും ഒക്കെ ക്ഷേമത്തോടെ പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ സംരക്ഷണം കൊണ്ടാണെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ പദ്ധതിയിടുന്ന സകല ദൂട്ടണ്ട തന്ത്രങ്ങളെയും തകർത്തുകൊണ്ട് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. അതാണ് യെശയ്യാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവമാണ്. നമ്മുടെ മുൻപിലുള്ള പ്രതികൂലം എത്ര ഉയർച്ചയുള്ള കുന്നുകൾ പോലെയാണെങ്കിലും, എത്ര വലിയ കഠിനമേറിയ പർവ്വതമാണെങ്കിലും അതിനെ ഉടച്ച് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ദൈവശക്തനാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഇന്ന് പകൽക്കാലം നമ്മെ ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. താമ്ര മതിലുകളെയും താമ്രവാതിലുകളെയും തകർത്ത് കളഞ്ഞ നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്, ഇരുന്നു പോകരുത്. നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുക. നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു മതിൽ പണിയാനാണോ? അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളെ ഏൽപ്പിച്ചത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയാണോ? അത് ശക്തമായി നിങ്ങൾ മുൻപോട്ട് ചെയ്യുക. നിങ്ങളെ മുൻപോട്ട് ദൈവം നയിക്കുന്നത് ആരാധിപ്പാനാണോ? നിങ്ങൾ ധൈര്യത്തോടെ ആരാധിച്ച് മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവിടെ പറയുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ശത്രു എത്ര കട്ടിയേറിയ പൂട്ടിച്ച് അതേ നിന്നെ പുറത്ത് വിടുകയില്ല എന്ന് പറയുന്നുവെങ്കിലും, അല്ലെങ്കിൽ നിനക്ക് നന്മ കാണിക്കയില്ല എന്ന് പറയുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ ിനെ തകർത്തുകൊണ്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ പ്രയാസങ്ങളെ മാറ്റി, നിന്റെ വേദനകളെ മാറ്റി, നിന്റെ രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും നിന്റെ സാമ്പത്തിക പ്രതികൂലത്തിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. വിശ്വസിക്കുക. ആകയാൽ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.